ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റ് എന്ന കറണ്ട് അഫേഴ്സിന് വേണ്ടി മാത്രമുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് പ്രദീപ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പത്മ അവാർഡ്സ് 2026 എന്ന് പറയുന്ന ഹ്യൂജ് ടോപ്പിക്ക് നമ്മൾ അടിച്ച് പൊളിച്ച് സെറ്റായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക. ഇതിൻ്റെ നോട്ട്സ് ദ സി എ അനലിസ്റ്റ് എന്ന് തന്നെയാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര്. അതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ അതിൻ്റെ PDF രൂപേണ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരും അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ പേരും ദ സി എ അനലിസ്റ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ആദ്യാവസാനം എന്ത് ചെയ്യുക, കട്ടയ്ക്ക് എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. നോക്കാം നമുക്ക് പത്മ അവാർഡ്സ് 2026 എന്താണ് പത്മ പുരസ്കാരം. നമുക്കറിയാം, ഏതു ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഭാരതരത്നയാണ് അല്ലേ, ഭാരതരത്ന. അങ്ങനെയെങ്കിൽ ദ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അത് പത്മവിഭൂഷണും. ദ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് പത്മഭൂഷണും. ദെൻ ദ ഫോർത്ത് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അത് പത്മശ്രീയുമാണ്. നോക്കണേടാ, അതായത് ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ, ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അത് ഭാരതരത്നയാണല്ലേ, ഭാരതരത്ന. ദെൻ ദ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അത് പത്മവിഭൂഷണാണ്, പത്മവിഭൂഷൺ. ദെൻ ദ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അത് പത്മഭൂഷണാണ്, പത്മഭൂഷൺ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പത്മശ്രീ. പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഏറ്റവും ഹയസ്റ്റ് ഭാരതരത്നയാണെന്ന് എല്ലാവർക്കും അറിയാം, ഏറ്റവും ലാസ്റ്റ് ഉള്ളത് പത്മശ്രീ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇടയ്ക്കുള്ള രണ്ടെണ്ണം പത്മവിഭൂഷണാണോ പത്മഭൂഷണാണോ വലുത് എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ട്. ഇങ്ങനെ ഓർക്കുക, എടാ നോക്കണേ, പത്മവിഭൂഷൺ പത്മഭൂഷൺ, കൂടുതൽ അക്ഷരം കൂടുതൽ ഏതിനാ, വിഭൂഷൺ അല്ലേ, അതാണ് വലുത് എന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചോണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല, തെറ്റില്ല. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനം അല്ലേ, എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് പത്മ പുരസ്കാരം നൽകി വരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, പത്മ പുരസ്കാരം നൽകി തുടങ്ങിയത് ഏത് വർഷം മുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, അത് 1954 മുതൽ അല്ലേ. 1954 മുതലാണ് ഇന്ത്യ മഹാരാജ്യത്ത് പത്മ പുരസ്കാരം നൽകി വരുന്നത്. നോക്കണേ, 2026 ആകെ എത്ര പേർക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തം 131 പേർക്ക്. ആകെ മൊത്തം 131 പേർക്കാണ് പത്മ പുരസ്കാരം ഇത്തവണ പ്രഖ്യാപിക്കുന്നത്. ആ 131 പത്മ പുരസ്കാര ജേതാക്കളിൽ പത്മവിഭൂഷൺ ജേതാക്കളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ പറയണം, അത് 5 പത്മഭൂഷണാണ് നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ അത് 13. പത്മശ്രീ ആണെങ്കിൽ അത് 113. വനിതകൾ എത്ര? ഈ പറയപ്പെടുന്ന 131 പത്മ പുരസ്കാര ജേതാക്കളിൽ വനിതകൾ എത്ര പേര് എന്ന് ചോദിച്ചാൽ പറയണം, അത് 19 പേരും. വിദേശികർ എത്ര, ഫോറിനേഴ്സ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 പേരും. പോസ്റ്റ്മസ്ലി അല്ലെങ്കിൽ നമ്മൾ അതിനെ മരണാനന്തരം, നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ അതിനെ പോസ്റ്റ്മസ്ലി എന്ന് പറയാറുണ്ട് അല്ലെ, പോസ്റ്റ്മസ്ലി അഥവാ മരണാനന്തരം എത്ര പേർ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 16 പേർക്കുമാണ്. അങ്ങനെയെങ്കിൽ ഈ 131 പത്മ പുരസ്കാര ജേതാക്കളിൽ എത്ര പേരാണ് മലയാളികൾ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, മലയാളികൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 മലയാളികളാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിനകത്ത് നിന്ന് കേരള PSC ഏതൊക്കെ രീതിയിൽ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിനകത്ത് വേണം. പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSC സാധാരണഗതിയിൽ 3 രീതിയിലാണ് ചോദ്യം ചോദിക്കുക. ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേസ് ലെവൽ ക്വസ്റ്റ്യൻ, എത്ര പേർക്ക് പത്മവിഭൂഷൺ കിട്ടി, എത്ര പേർക്ക് പത്മശ്രീ കിട്ടി, മലയാളികൾ എത്ര, മരണാനന്തരം എത്ര പേർക്ക്, ഇങ്ങനെയുള്ള ബേസ് ലെവൽ ചോദ്യം. രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത്
അത് ഇവരുടെ മേഖലയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 2026 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച ഇന്ന വ്യക്തി താഴെ പറയുന്നവയിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഇനി മേഖല പഠിക്കുമ്പോൾ നമുക്കൊരു വ്യക്തിക്ക് 2 തരത്തിൽ മേഖലയുണ്ട്. ഫോർ എക്സാമ്പിൾ വിരാട് കോഹ്ലി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് 2 ഉത്തരവുണ്ട്. നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം, ഹീസ് എ സ്പോർട്സ് പേഴ്സണാലിറ്റി, അദ്ദേഹം ഒരു കായിക താരമാണ്. ഇനി നമുക്ക് അദ്ദേഹത്തെ സ്പെസിഫൈ ചെയ്ത് പറയാം, ഹീസ് എ ക്രിക്കറ്റ് പേഴ്സണാലിറ്റി, അല്ലെ, ക്രിക്കറ്റ് ആണ് അദ്ദേഹത്തിന്റെ മേഖല. അപ്പൊ ഏതൊരു വ്യക്തിയെ നമുക്ക് അങ്ങനെ 2 രീതിയിൽ എന്ത് ചെയ്യാം, അവരുടെ മേഖല നമുക്ക് തരംതിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവരുടെ മേഖല പഠിക്കണം. അപ്പൊ പത്മ പുരസ്കാരം നൽകപ്പെടുന്ന പ്രധാനപ്പെട്ട കുറച്ച് മേഖലകളുണ്ട്. ആർട്സ്, സ്പോർട്സ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, പബ്ലിക് അഫയേഴ്സ്, സോഷ്യൽ വർക്ക്, മെഡിസിൻ, ഇങ്ങനെ തുടങ്ങി കുറേ അധികം മേഖലകളുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ നമുക്ക് ഇന്ന മേഖലയിൽ, ഞാൻ ഈ പറഞ്ഞ ഒരു മേഖല ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ആ പദത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതേഴ്സ്, അഥവാ മറ്റുള്ളവ. മറ്റുള്ളവ എന്ന നിലയ്ക്ക് നമുക്കൊരു പേഴ്സണാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ കാർഷികം, നമുക്ക് അതേഴ്സിനകത്ത് പറയാൻ പറ്റുന്ന കാർഷികം നമുക്ക് ഈ പറഞ്ഞ മേഖലയിലൊന്നും വരത്തില്ല. അപ്പൊ നമുക്ക് എവിടെ ഉപയോഗിക്കാം, അതേഴ്സ് എന്ന മേഖല നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ആ ഒരു 2ാമത്തെ ടൈപ്പ് ചോദ്യം, മേഖല ചോദിക്കാം. 3ാമൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം മെജോറിറ്റി ചോദിക്കുക പത്മവിഭൂഷൺ കേന്ദ്രീകരിച്ച. കാരണം താരതമ്യേന വളരെ ചുരുക്കം, വിരലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇന്ത്യ മഹാരാജ്യം പത്മവിഭൂഷൺ ബഹുമതി നൽകാറുള്ളൂ. അത്തരം സന്ദർഭങ്ങൾ നിങ്ങളോട് ചോദിക്കും, താഴെ പറയുന്നവയിൽ 2026 പത്മവിഭൂഷൺ ബഹുമതി ലഭിക്കാത്തതാര്. അപ്പോൾ ലഭിച്ച ആൾക്കാരെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കാത്തതാരെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിലാണ് സാധാരണ ചോദിക്കുക. ഇനി ഒരു 2 രീതി കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം സ്റ്റേറ്റ്മെന്റ് രൂപേണ താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2026 പത്മ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായത് ഏത്, ശരിയായത് ഏത്, നമ്മൾ ഈ പഠിക്കുന്ന കണ്ടന്റ് തന്നെ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് രൂപേണ ചോദിക്കാം. ഇനി അടുത്തൊരു മേഖല എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഒരു സൈഡിൽ പത്മ പുരസ്കാര ജേതാക്കളുടെ പേര്, മറു സൈഡിൽ അവരുടെ മേഖല, എന്നിട്ട് എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്നിങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പത്മവിഭൂഷൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, സാറേ ഈ പറയുന്ന കണക്ക് 131 പേരെ പഠിക്കണോ? വേണ്ട. അതിനകത്ത് നമുക്ക് എത്ര പേരെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. നോക്കിയേ, പത്മവിഭൂഷൺ ലഭിച്ച 5 പേരെയും നമുക്ക് പഠിച്ചേ പറ്റൂ. പത്മഭൂഷൺ 13 പേരിൽ എൻ്റെ ടേക്ക് 7 പേരാണ്. 7 പേരെ ഞാൻ പഠിപ്പിക്കും, 6 പേരെ നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്യും. ഓക്കെ, 7 പേരെ പഠിച്ചാൽ മതി, അതാണ് ഏറ്റവും വിലപ്പെട്ടത്. ആ 7 പേരെ നമ്മൾ പഠിക്കും. ഇനി പത്മശ്രീ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മലയാളികളുണ്ടോ എന്ന് നോക്കുക, നമ്മൾ കൃത്യമായി അറിഞ്ഞു വെച്ചേക്കണം. ദെൻ കായിക താരങ്ങളുണ്ടോ എന്ന് നോക്കുക, അത് നമ്മൾ എന്ത് ചെയ്യണോടാ, കൃത്യമായി അറിഞ്ഞു വെച്ചേക്കണം. അപ്പൊ മലയാളികളുണ്ടോ കായിക താരങ്ങളുണ്ടോ അത് നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം, അറിഞ്ഞു വെച്ചേക്കണം. അങ്ങനെ എല്ലാം കൂടെ 113 പേരിൽ ഞാൻ ഒരു 11 പേരെ ഞാൻ എന്ത് ചെയ്യൂടാ, പ്രസന്റ് ചെയ്യും. അങ്ങനെ 5ഉം 7ഉം 12, 12ഉം 11ഉം കൂടെ 23 പേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിച്ച് സെറ്റാക്കാൻ പോവാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പത്മവിഭൂഷണിൽ നിന്ന് 5 പേരിൽ 3 പേര് മലയാളികളാ. മലയാളി തിളക്കമാണ് ഇത്തവണ പത്മവിഭൂഷൺ ഉണ്ടായിട്ടുള്ളത്. ആദ്യ വ്യക്തിയെ പരിചയപ്പെടുത്തുള്ള അതീതമാണ് മനുഷ്യൻ, ദ വൺ ആൻഡ് ഓൺലി VS, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദന് ഇന്ത്യ മഹാരാജ്യം നൽകുന്ന പരമോന്നതമായ 2ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുകയാണ്. നമുക്കറിയാം, ഹീസ് എ പൊളിറ്റീഷ്യൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഹീസ് എ പൊളിറ്റീഷ്യൻ ആണ്. അപ്പൊ നമുക്ക് ഏത് മേഖല ഉൾപ്പെടുത്താം, പബ്ലിക് അഫയേഴ്സ് അഥവാ പൊതുമണ്ഡലം എന്ന മേഖല നമുക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താം. അദ്ദേഹത്തിന്റെ സ്വദേശം ആലപ്പുഴയാണ് സ്വദേശം. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതി, അല്ലെ, പോസ്റ്റ്മസ്ലിയാണ് അദ്ദേഹത്തിന് പത്മ പുരസ്കാരം ലഭിക്കുന്നത്. VS, നമ്മുടെ പ്രിയപ്പെട്ട VS മരണപ്പെടുന്നത് 2025 ജൂലൈ മാസം 21-ാം തീയതി ആണ് നമ്മുടെ VS അച്യുതാനന്ദൻ മരണപ്പെടുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി, 82-ാമത്തെ വയസ്സിൽ, അല്ലേ, 82-ാമത്തെ വയസ്സിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആനയിക്കപ്പെട്ട മനുഷ്യനാണ് ശ്രീ VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ എനിക്ക് VSനെ മുഖ്യമന്ത്രി എന്നതിലുപരി എനിക്കിഷ്ടം പ്രതിപക്ഷ നേതാവായിരുന്ന VSനെയാണ്
നമുക്ക് ഒരിക്കലും എന്താ പറ്റാത്ത മറക്കാൻ പറ്റാത്തത്. ആ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന മനുഷ്യനാര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം VS അച്യുതാനന്ദനാണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പുരസ്കാരം മേടിക്കണോ വേണ്ടോ എന്നുള്ളത്, കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ആരും ഇതിനു മുമ്പ് ഈ പറയുന്ന പുരസ്കാരങ്ങളൊക്കെ നിരസിച്ചുള്ള പതിവാണുള്ളത്. പക്ഷേ പാർട്ടി തീരുമാനിക്കുന്നു, കുടുംബത്തിന് തീരുമാനിക്കാം എന്നാണ് നിർദ്ദേശമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്തായാലും സർക്കാർ, നമ്മുടെ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് പത്മവിഭൂഷണവും നൽകി ആദരിച്ചിട്ടുണ്ട്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി യെസ്, VS അച്യുതാനന്ദന്റെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. യെസ് ഇല്ലേ, VS നിൽക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് കണ്ണേ കരളെ VS അല്ലേ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് പുന്നപ്പുറ വരെ, ആലപ്പുഴ വരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് ഒരു ജനസാഗരമായിരുന്നു അല്ലേ. രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ആ ഒരു കോരിച്ചൊഴിയുന്ന മഴയത്ത് പോലും VSനെ ഒരു നോക്ക് കണ്ടിട്ടേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമെന്ന് കണ്ട പതിനായിരങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകളെ നമ്മൾ എന്ത് ചെയ്താണ്, കണ്ടതാണ്. ഒരുപക്ഷെ കേരളം ഏറ്റവും നല്ല യാത്രയപ്പാണ് ശ്രീ VS അച്യുതാനന്ദൻ നൽകിയത് എന്ന് നമുക്ക് നിസ്സംശയം എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ജീവിച്ച് കാണിച്ചിട്ട് പോയ മനുഷ്യൻ കൂടിയാണ് അല്ലേ നമ്മുടെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത വ്യക്തിയിലേക്ക് വരാം. രണ്ടാമത്തെ വ്യക്തിയിലേക്ക് വരുന്നു KT തോമസ്. നമുക്കറിയാം, ജഡ്ജിയാണ് അദ്ദേഹം, ദ ഫോർമർ ജഡ്ജ് ഓഫ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്നു ഈ പറയുന്ന KT തോമസ് എന്ന, അതിന്റെ മുഴുവൻ പേര് കല്ലുപുറയ്ക്കൽ തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ നാമധേയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വദേശം കോട്ടയമാണ്. അദ്ദേഹവും ഏതിനകത്താണ് വരുന്നത്, പബ്ലിക് അഫയേഴ്സ് എന്ന മേഖലയിലാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഈസ് എ ഫോമർ സുപ്രീം കോടതി ജഡ്ജ് അല്ലെ, സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്നു അദ്ദേഹം. ഏറ്റവും പ്രമാദമായ ഒരു കേസിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു, രാജീവ് ഗാന്ധി അസാസിനേഷൻ അല്ലെ. രാജീവ് ഗാന്ധി വധക്കേസിൽ അധ്യക്ഷത വഹിച്ച മനുഷ്യനാണ് ഈ പറയപ്പെടുന്ന KT തോമസ് എന്ന് പറയുന്നത്. അപ്പൊ രാജീവ് ഗാന്ധി അസാസിനേഷനിൽ വധശിക്ഷ വിധിച്ച ആ ഒരു പാനലിൽ ആരുണ്ടായിരുന്നു, ഈ പറയുന്ന KT തോമസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യ മഹാരാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുന്നത് 2007 ഇപ്പോൾ ഇതാ രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് അഭിമാനിക്കാം. അടുത്ത വ്യക്തിയിലേക്ക് വരുന്നു P നാരായണൻ. ആരാണ് P നാരായണൻ? അദ്ദേഹത്തിന്റെ മേഖല ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ അഥവാ സാഹിത്യവും വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന്റെ മേഖല. സ്വദേശം ഇടുക്കി ജില്ലയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകൻ, അതുപോലെ തന്നെ എഴുത്തുകാരൻ എന്നീ നിലയ്ക്ക് പ്രസിദ്ധനായ വ്യക്തിയാണ്. വളരെ സജീവമായ ഒരു RSS പ്രവർത്തകൻ കൂടിയാണ്. RSS പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ജന്മഭൂമി പത്രത്തിന്റെ സഹസ്ഥാപകനും അതുപോലെ തന്നെ അതിന്റെ ചീഫ് എഡിറ്ററുമായിരുന്നു. അപ്പൊ P നാരായണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലയ്ക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സാഹിത്യവും വിദ്യാഭ്യാസവും മേഖല. ജന്മഭൂമി പത്രത്തിന്റെ സഹസ്ഥാപകനും ചീഫ് എഡിറ്ററുമായിരുന്നു ഈ മനുഷ്യൻ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ 3 മലയാളികളെ പറഞ്ഞ 5 പേരിൽ 3 പേരും മലയാളികളാണ്, മൃഗീയ ഭൂരിപക്ഷം അല്ലേ. അങ്ങനെയെങ്കിൽ അടുത്ത വ്യക്തിയിലേക്ക് വരുന്നു ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദി നടൻ ധർമ്മേന്ദ്ര. കേൾക്കണേ നിങ്ങൾ, ധർമ്മേന്ദ്രൻ. അപ്പോ എന്താണ് ധർമ്മേന്ദ്ര? ഈ പറയുന്ന നമുക്ക് സിനിമാ മേഖലയാണ് നമുക്ക് ഉൾപ്പെടുത്താൻ, അദ്ദേഹത്തെ കലാമേഖലയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അദ്ദേഹത്തിന്റെ മരണാനന്തര ബഹുമതി പോസ്റ്റ്മസിലിയാണ് പുരസ്കാരം ലഭിക്കുന്നത്. 2025 കൃത്യമായി പറഞ്ഞാൽ നവംബർ മാസം 2-ാം തീയതിയാണ് ധർമ്മേന്ദ്ര മരണപ്പെടുന്നത്. ആ മനുഷ്യന്റെ സ്വദേശം പഞ്ചാബാണ്. സ്വദേശം അങ്ങനെ ചോദിച്ചു കാണാറില്ല, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, പഞ്ചാബാണ്. ഇന്ത്യൻ നടൻ, അതുപോലെ തന്നെ നിർമ്മാതാവ് എന്നീ നിലകളിലാണ് അദ്ദേഹത്തിന്റെ സംഭാവന നൽകിയത്. 300-ൽ പരം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ച മനുഷ്യനാണ് ധർമ്മേന്ദ്ര. അദ്ദേഹം ഈസ് എ പൊളിറ്റീഷ്യൻ ആൾസോ. 15-ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ, 15-ാം ലോക്സഭ അംഗമായിരുന്നു അദ്ദേഹം. രാജസ്ഥാനിലെ ബിക്കാനീർ മണ്ഡലം അല്ലെ, രാജസ്ഥാനിലെ ബിക്കാനീർ മണ്ഡലത്തെയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തത്. അപ്പോ നിങ്ങളോട് ചോദിക്കാം, അടുത്തിടെ മരണപ്പെട്ട അല്ലെങ്കിൽ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച ധർമ്മേന്ദ്ര ഡിയോൾ ഏത് മണ്ഡലത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് പ്രതിനിധാനം ചെയ്ത് റെപ്രസെന്റ് ചെയ്ത വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മറുപടി പറയണം. ബിക്കാനീർ കോൺസ്റ്റിറ്റ്യുവൻസി വിച്ച് ഈസ് ഇൻ രാജസ്ഥാൻ. അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചത് 2012-ലാണ്. അദ്ദേഹത്തിനെ മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സണ്ണി ഡിയോളും അതുപോലെ തന്നെ ബോബി ഡിയോളും നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അനിമൽ സിനിമയിലൊക്കെ തകർത്ത മനുഷ്യനാണ് ഇവര്. അപ്പോൾ രണ്ടുപേരും ഒരു കുടുംബം തന്നെ സിനിമാ മേഖലയിൽ വന്ന മനുഷ്യരാണ് ഈ പറയുന്ന സണ്ണി ഡിയോള്, ബേബി ഡിയോള്, ദെൻ ധർമ്മേന്ദ്ര. 3 പേരുടെയും ആ ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. ഇതാണ് നമ്മുടെ ധർമ്മേന്ദ്ര. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനടുത്തത് എൻ രാജ്യം, 5-ാമത്തെ പേഴ്സണാലിറ്റിയിലേക്ക് വരുന്നു. എൻ രാജ്യം കലയാണ് മേഖല, തമിഴ്നാടാണ് സ്വദേശം, വയലിനിസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് ചോദിക്കും എൻ്റെ കേരള PSC,
2026 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച എൻ രാജം താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മറുപടി പറയണം. വയലിനിസ്റ്റ് ആണ്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ആണ് മേഖല. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് 1984-ലും പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നത് 2004-ലും. ഇപ്പോൾ ഇതാ പത്മവിഭൂഷണും കൂടെ കിട്ടി അല്ലേ. ഇനി ഭാരതരത്നത്തോടെ കിട്ടിയാൽ മതി, ബാക്കി എല്ലാം ആയി. ഓക്കെ, ഇനി അവർക്ക് സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് 1990-ലാണ്. 1990 സംഗീത നാടക അക്കാദമി അവാർഡ് 1990 ലഭിക്കുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. അപ്പൊ സെറ്റാണേ. 5 പേരെ പത്മവിഭൂഷൺ നേടിയ 5 പേരെ നമ്മൾ എന്ത് ചെയ്തടാ അവിടെ പറഞ്ഞ് സെറ്റാക്കി. ഏറ്റവും കൂടുതൽ തവണ കേരള PSC ചോദിക്കാറ് പത്മവിഭൂഷൺ ജേതാക്കളെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. പത്മഭൂഷൺ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ മലയാളികളെ കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളൂ, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അടുത്ത് നമ്മൾ പത്മഭൂഷൺ 13 പേർക്ക് കിട്ടിയെങ്കിലും നമ്മൾ അതിൽ 7 പേരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. അതിൽ മലയാളികൾ എത്ര മലയാളികൾക്ക് ഇത്തവണ പത്മഭൂഷൺ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മലയാളികൾക്കാണ് കിട്ടിയത്. ആരൊക്കെയാണ് 2 മലയാളം നോക്കാം. മലയാളികൾ ഏറെ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക, ലാലേട്ടന്റെ സ്വന്തം ഇച്ചാക്ക. നോക്കണേ, മമ്മൂക്കയ്ക്ക് കല എന്ന് പറയപ്പെടുന്ന മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് പത്മഭൂഷണവും നൽകി ആദരിക്കുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യവും കേരള സർക്കാർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള പ്രവണതയാണ് ഇപ്പോഴും പത്മഭൂഷൺ ബഹുമതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ തഴയപ്പെടുന്ന ഒരു പേരാണ് മമ്മൂക്കയുടെ പേര് അല്ലേ. ഇപ്പോഴും തഴയപ്പെടുന്ന പേരാണ് മമ്മൂക്കയുടെ പേര്. ആ മമ്മൂക്കയ്ക്ക് അർഹിച്ച അംഗീകാരം അല്പം വൈകിയെങ്കിലും, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അല്പം വൈകിയെങ്കിലും ലഭിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. മമ്മൂട്ടി കലാമേഖല, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ ഇസ്മായിൽ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകുന്നത് 1998-ലും കേരള പ്രഭ, നമുക്കറിയാം കേരള സർക്കാർ ആദ്യമായിട്ട് കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന്റെ പരമോന്നതമായ 2ാമത്തെ ബഹുമതിയായ കേരള പ്രഭ പുരസ്കാരം നൽകി ആദരിക്കുന്നു 2022-ൽ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മേടിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുമ്പോഴാണ് ആ മനുഷ്യൻ അറിയുന്നത് തനിക്ക് പത്മഭൂഷൺ കിട്ടിയ കാര്യം. അയാളോട് ചോദിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒറ്റ വാക്കിൽ സന്തോഷം എന്ന് മാത്രം പറയുന്നു നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഏറ്റവും കൂടുതൽ തവണ അല്ലേ, ഇപ്പൊ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസിന് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണ് മമ്മൂക്ക. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ നടനാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക, 7 തവണ. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മോഹൻലാലുണ്ട്, ലാലേട്ടനുണ്ട്. 2ാം സ്ഥാനത്ത് മോഹൻലാലുണ്ട് 6 തവണ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് അത് ഉർവശിയാണ്. ഉർവശിക്ക് ആകെ മൊത്തം 6 തവണ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടി ആരാണ്? അത് ഉർവശിയാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. മമ്മൂട്ടി എനിക്ക് ഈ ഒരു ചിത്രം കൊടുക്കാനാണ് തോന്നിയത്. നമ്മുടെ കളങ്കാവൽ സിനിമയിലെ ആ ഒരു എപ്പിക് ആയിട്ടുള്ള ആ ഒരു ചിത്രമാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് മുന്നിൽ അവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. യെസ്, ഓക്കെ, അടുത്തതിലോട്ട് പോവാം നമുക്ക്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ പുരസ്കാരം കിട്ടിയപ്പോൾ ശരിക്കും വെള്ളാപ്പള്ളി തന്നെ 2 വട്ടം ഞെട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വെള്ളാപ്പള്ളി നടേശന് പബ്ലിക് അഫേഴ്സ് അഥവാ പൊതുരംഗത്തെ പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് പത്മ പുരസ്കാരം ലഭിക്കുന്നു, പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നു. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന്റെ സ്വദേശം ആലപ്പുഴ ജില്ലയാണ്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ അദ്ദേഹത്തിനും എന്ത് ലഭിക്കുന്നു, പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. ദെൻ ഭഗത് സിംഗ് കോഷിയാരി. ആരാണ് ഭഗത് സിംഗ് കോഷിയാരി? 3ാമത്തെ വ്യക്തി ഭഗത് സിംഗ് കോഷിയാരി. നമുക്കറിയാം, ഈസ് ദ ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് ചോദിക്കും എൻ്റെ കേരള PSC 2026-ൽ പത്മഭൂഷൺ ബഹുമതി നേടിയ ഭഗത് സിംഗ് കോഷിയാരി ഏത് സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മറുപടി പറയണം. ഉത്തരാഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് ഭഗത് സിംഗ് കോഷിയാരി. അപ്പോൾ ഹീസ് എ പൊളിറ്റീഷ്യൻ. അപ്പൊ നമുക്ക് മേഖല പറയാം, പബ്ലിക് അഫേഴ്സ് ആണ് മേഖല. ദെൻ ആരാണ്? ഷിബു സോറൻ അല്ലേ. ഷിബു സോറൻ ഈസ് ഓൾസോ എ ചീഫ് മിനിസ്റ്റർ. ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച മനുഷ്യനാണ് ഈ പറയപ്പെടുന്ന ഷിബു സോറൻ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഈസ് ദ ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി. അത്രയും മതി അവിടെ നമുക്ക്. ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് ഈ പറയപ്പെടുന്ന ഷിബു സോറൻ.
മേഖല പബ്ലിക് അഫേഴ്സ് ആണ്. പബ്ലിക് അഫേഴ്സ് ആണ് മേഖല. ദെൻ അൽക്ക യാഗ്നിക്. ആരാണ് അൽക്ക യാഗ്നിക്? കലാമേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അൽക്ക യാഗ്നിക് എന്ന് പറയുന്നത്. അവരുടെ സ്വദേശം വെസ്റ്റ് ബംഗാളാണ്, പശ്ചിമ ബംഗാളാണ്. ഇന്ത്യൻ പിന്നണി ഗായികയാണ് ഈ പറയുന്ന അൽക്ക യാഗ്നിക്. കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കാം. ഇതിനടുത്ത വ്യക്തി വിജയ് അമൃതരാജ്. ആ ചിത്രത്തിൽ കാണും പോലെ അദ്ദേഹം കായികമാണ് മേഖല. 2026 പത്മഭൂഷൺ ബഹുമതി നേടിയ ഏക കായിക താരം അല്ലേ? ഏക കായിക താരമാണ് ഈ പറയുന്ന വിജയ് അമൃതരാജ്. തമിഴ്നാട് സ്വദേശിയാണ്. നിലവിൽ അദ്ദേഹം അമേരിക്കയിലാണ് അദ്ദേഹത്തിന്റെ താമസം. അമേരിക്കൻ പൗരനാണ്. അപ്പോൾ അമേരിക്കയാണ് അദ്ദേഹത്തിന്റെ നിലവിലത്തെ സിറ്റിസൺഷിപ്പ്, അമേരിക്കയാണ്. അദ്ദേഹം മുൻ ഇന്ത്യൻ ടെന്നീസ് താരമാണ്. വെറ്ററൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻ താരമായിട്ടുള്ള വിജയ് അമൃതരാജ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് ചോദിക്കും എൻ്റെ കേരള PSC 2026 പത്മഭൂഷൺ ബഹുമതി നേടിയ ഏക കായിക താരമാണ് വിജയ് അമൃതരാജ് എന്ന് പറയുന്നത്. അടുത്ത വ്യക്തിയിലേക്ക് ഇപ്പോൾ ഉദയ് കൊടാക്. കൊടാക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കൊടാക് മഹീന്ദ്ര ബാങ്ക് അല്ലേ? കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനും അതുപോലെ തന്നെ മുൻ MDയും CEOയുമാണ് ഉദയ് കൊടാക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മേഖല വാണിജ്യവും വ്യവസായവും അഥവാ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വാണിജ്യവും വ്യവസായവുമാണ് മേഖല. ഉദയ് കൊടാക് വാണിജ്യവും വ്യവസായം. കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ സഹസ്ഥാപകനും മുൻ MDയും CEOയുമാണ് ഉദയ് കൊടാക് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. 7 പേരെയും പറഞ്ഞേ. ഉദയ് കൊടാക്കിനെ പറ്റി പറഞ്ഞു, വിജയ് അമൃതരാജിനെ പറ്റി പറഞ്ഞു, അൽക്ക യാഗ്നിക് എന്ന ഇന്ത്യൻ പിന്നണി ഗായികയെ പറ്റി പറഞ്ഞു, ഷിബു സോറിനെ പറ്റി പറഞ്ഞു, ഭഗത് സിംഗ് കോഷിയാരിയെ പറ്റി പറഞ്ഞു, ദെൻ വെള്ളാപ്പള്ളി നടേശനെ പറ്റി പറഞ്ഞു, നമ്മുടെ സ്വന്തം മമ്മൂക്കയെ പറ്റി പറഞ്ഞു. 7 പേരെ മതി. നമുക്ക് വെറുതെ അനാവശ്യമായിട്ട് പഠിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതിയാവും. അപ്പോൾ ആ 7 പേരെ ഡിസ്കസ് ചെയ്താൽ മതി. ബാക്കി 6 പേരെ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. പത്മശ്രീ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പത്മശ്രീ പുരസ്കാരം 113 പേർക്കാണ് ലഭിക്കുന്നത് അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, പത്മശ്രീ പഠിക്കുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മലയാളികളുണ്ടോ നോക്കുക, അതുപോലെ തന്നെ കായിക താരങ്ങളുണ്ടോ എന്ത് ചെയ്യുക നോക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ടോട്ടൽ 8 മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. അതിൽ പത്മവിഭൂഷൺ 3 പേരെ പറഞ്ഞു, പത്മഭൂഷൺ 2 പേരെ പറഞ്ഞു. ബാക്കിയുള്ളത് എത്രയാ? 3ഉം 2ഉം 5ഉം. ബാക്കിയുള്ളത് പത്മശ്രീ 3 പേർക്ക്. ആരൊക്കെയാ നമുക്ക് നോക്കാം. മൊത്തം നമ്മൾ ഈ 113 പേരിൽ എത്ര പേരെ പറയൂടാ? 11 പേരെ പറയും. 11 പേരെ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്ന കാര്യം ഓർക്കുക. നോക്കാം നമുക്ക്. A.E. മുത്തുനായകം. A.E. മുത്തുനായകം ശരിക്കും പറഞ്ഞ അദ്ദേഹം ജനിക്കുന്നത് തമിഴ്നാട്ടുകാരനായിട്ട്, നാഗർകോവിൽ സ്വദേശിയാണ്. പക്ഷെ 1966 മുതൽ അദ്ദേഹം സ്ഥിരതാമസമായിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ A.E. മുത്തുനായകം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് മേഖല. മുൻ ISRO ശാസ്ത്രജ്ഞൻ. ISROയുടെ മുൻ ശാസ്ത്രജ്ഞനാണ്, സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന A.E. മുത്തുനായകം. അപ്പൊ തന്നെ നമുക്ക് മേഖല പ്രഡിക്റ്റ് ചെയ്യാം. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് A.E. മുത്തുനായകത്തിന്റെ മേഖല എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വ്യക്തിയിലേക്ക് വരാം. ഇനി നിലവിൽ ISRO ചെയർമാൻ ആരെന്ന് ഓർത്ത് നോക്കിയേ. നിലവിൽ ISRO ചെയർമാൻ എന്നറിയപ്പെടുന്നത് അത് V. നാരായണനാണ് അല്ലേ? V. നാരായണൻ. അപ്പൊ നിലവിൽ ISRO ചെയർമാൻ എന്നറിയപ്പെടുന്നത് V. നാരായണനാണ്. ആ പദവിയിലെത്തുന്ന 11ാമത് വ്യക്തിയാണ് അദ്ദേഹം. അതിന്റെ സ്വദേശം നാഗർകോവിലാണ് അല്ലേ? നാഗർകോവിൽ തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണ് ഈ പറയുന്ന V. നാരായണൻ. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വ്യക്തി കലാമണ്ഡലം വിമല മേനോൻ അല്ലേ? മലയാളിയാണ്. കലാമേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തി. കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കലാമേഖല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതാണ് അറിയേണ്ടത്. നോക്കണേ, ഇവരുടെ മേഖല മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ട കലാകാരിയാണ് കലാമണ്ഡലം വിമല മേനോൻ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സ്വദേശിയാണ് കലാമണ്ഡലം വിമല മേനോൻ. കേരള നാട്യ അക്കാദമിയുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയും അതുപോലെ തന്നെ ഡയറക്ടറുമാണ് ഈ പറയുന്ന കലാമണ്ഡലം വിമല മേനോൻ. 2024 കേരള ശ്രീ പുരസ്കാരം നൽകി കേരള സർക്കാർ ഇവരെ ആദരിച്ചിട്ടുണ്ട്. 2024
കേരള സർക്കാർ കേരളശ്രീ മൂന്നാമത്തെ കേരളത്തിന്റെ പരമോന്നതമായ സിവിലിയൻ ബഹുമതിയായ കേരളശ്രീ പുരസ്കാരം നൽകി ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അപ്പൊ കലാമണ്ഡലം വിമല മേനോൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മോഹിനിയാട്ടം എന്ന പോയിന്റ് ആണ് നിങ്ങൾ അവിടെ ഓർത്തു വെക്കേണ്ടത്. അടുത്ത വ്യക്തിയിലേക്ക് വരുന്നു കൊല്ലക്കയിൽ ദേവകി അമ്മ. ആരാണ് കൊല്ലക്കയിൽ ദേവകി അമ്മ? എടാ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അവരുടെ മേഖല സാമൂഹിക സേവനം അഥവാ സോഷ്യൽ വർക്ക് എന്ന മേഖലയിലാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ കൊല്ലക്കയിൽ ദേവകി അമ്മ. ഇവരുടെ സ്വദേശം മുതുകുളമാണ്, ആലപ്പുഴ ജില്ലയിലെ മുതുകുളം. ശരിക്കും പറഞ്ഞ ബേസിക്കലി ഒരു കർഷകയായിരുന്നു. അവർ കൃഷി ആശ്രയിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഇവർക്ക് ഒരു ആക്സിഡന്റ് പറ്റി. പിന്നെ അവർക്ക് കൃഷി അങ്ങോട്ട് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയും അതിനുശേഷം അവരെന്ത് ചെയ്യാണ്, 4.5 ഏക്കറിൽ 3000-ൽ പരം ഇനങ്ങൾ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വനം വികസിപ്പിക്കുന്നു. വലിയൊരു പരിസ്ഥിതി പ്രവർത്തക കൂടിയാണ് അവർ. അങ്ങനെ വലിയൊരു എക്കോസിസ്റ്റം, ഒരു വനം എന്ത് ചെയ്യാണ് അവർ സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണ്. 4.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വനം അവർ വികസിപ്പിച്ചു. അവരുടെ ഈ ഒരു സുസ്ഥിരമായ സേവനത്തിനാണ് രാജ്യം അവർക്ക് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. പേര് കൊല്ലക്കയിൽ ദേവകി അമ്മ, മേഖല സാമൂഹ്യ സേവനം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് കൊല്ലക്കയിൽ ദേവകി അമ്മയുടെ ജീവിതം. 3 പേരെ പറഞ്ഞേ. അപ്പൊ 3 മലയാളികളെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന 8 പേരും കായിക താരങ്ങളാണ്. നോക്കാം നമുക്ക്. യെസ്, ദ വൺ ആൻഡ് ഓൺലി ഹിറ്റ്മാൻ ഓഫ് ഇന്ത്യ, നമ്മുടെ സ്വന്തം രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന നമ്മുടെ സ്വന്തം രോഹിത് ശർമ്മ. കായികമാണ് മേഖല, മഹാരാഷ്ട്രയാണ് ഇതിന്റെ സ്വദേശം. ദ ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനാണ്. ഏറ്റവും കൂടുതൽ തവണ ഏകദിനത്തിൽ 200 റൺസ് അല്ലേ, 3 തവണ ഏകദിനത്തിൽ 200 റൺസ് നേടിയ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ്. ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് നേടിത്തന്ന നായകനാണ്. ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി നേടിത്തന്ന നായകനാണ് നമ്മുടെ രോഹിത് ഗുരുനാഥ് ശർമ്മ. MS ധോണിക്ക് ശേഷം ആ ഒരു മെഡൽ ദാരിദ്ര്യത്തിന്റെ വിടവ് നികത്തിയത് നമ്മുടെ രോഹിത് ശർമ്മയിലൂടെയാണ്. അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ഇത്തവണ ആദരിക്കുന്നുണ്ടെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത വ്യക്തി ദ വൺ ആൻഡ് ഓൺലി ഹർമൻപ്രീത് കൗർ അല്ലേ. ചരിത്രത്തിൽ ആദ്യമായി വനിതകൾ ലോക കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ ആ കിരീടം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ദ വൺ ആൻഡ് ഓൺലി ഹർമൻപ്രീത് കൗർ. കായികമാണ് മേഖല, പഞ്ചാബാണ് സ്വദേശം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഈ പറയുന്ന ഹർമൻപ്രീത് കൗർ എന്ന് പറയുന്നത്. അവർക്ക് രാജ്യം ഇന്ത്യയുടെ പരമോന്നതമായ 2ാമത്തെ കായിക ബഹുമതിയായ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ 2ാമത്തെ പരമോന്നതമായ കായിക ബഹുമതിയായ അർജുന അവാർഡ് നൽകി ആദരിക്കുന്നത് 2017 റിമെമ്പർ ദ നെയിം ഹർമൻപ്രീത് കൗർ. അടുത്ത വ്യക്തിയിലേക്ക് വരുന്നത് സവിത പൂനിയ. ആരാണ് സവിത പൂനിയ? കായികമാണ് മേഖല, രാജസ്ഥാനാണ് സ്വദേശം. ദ ഗോൾ കീപ്പർ ഓഫ് ഇന്ത്യൻ വിമൻസ് ഹോക്കി ടീം, ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ. എഴുതി വച്ചേക്കുക, സവിത പൂനിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണ് സവിത പൂനിയ. രാജ്യം അവർക്ക് അർജുന അവാർഡ് നൽകി ആദരിക്കുന്നത് 2018. അപ്പൊ സവിത പൂനിയ കായികമാണ് മേഖല എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത വ്യക്തി പ്രവീൺ കുമാർ. ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പേരാണ് പ്രവീൺ കുമാർ എന്ന് പറയുന്നത്. പ്രവീൺ കുമാർ കായികമാണ് മേഖല, സ്വദേശം ഉത്തർപ്രദേശാണ്. പാരാ ഹൈജമ്പ് താരം അല്ലേ, പാരാ ഹൈജമ്പ് താരമാണ് പ്രവീൺ കുമാർ. 2024 രാജ്യം ഇദ്ദേഹത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരമോന്നതമായ കായിക ബഹുമതിയായ ഖേൽ രത്ന അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 അദ്ദേഹത്തിന് നടന്ന 2024 പാരീസിൽ വെച്ച് നടന്ന പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്നു അല്ലെ. വൈകല്യം സംഭവിച്ച കായിക താരമാണ്. അപ്പൊ 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്നു അദ്ദേഹത്തിന് ദേശീയ ദ ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ ആയിട്ടുള്ള ഖേൽ രത്ന അവാർഡ് 2024 രാജ്യം നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ മേഖല പാരാ ഹൈജമ്പ്. ഇത്തവണ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ദെൻ ഭഗ്വൻ ദാസ് റായ്ക്വാർ. ആരാണ് ഭഗ്വൻ ദാസ് റായ്ക്വാർ? ആ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം. അദ്ദേഹം ശരിക്കും പറഞ്ഞ മധ്യപ്രദേശുകാരനാണ്. കായികം എന്ന മേഖലയിലാണ് പുരസ്കാരം. ഇദ്ദേഹം ഒരു ആയോധന കലാ വിദഗ്ധനാണ്. ബുന്ദേലി എന്ന് പറയുന്ന ഒരു ആയോധന കലയുണ്ട്. മധ്യപ്രദേശിലെ പരമ്പരാഗതമായിട്ടൊരു ആയോധന കലയാണ് ബുന്ദേലി എന്ന് പറയുന്നത്. ആ ബുന്ദേലി ആയോധന കലയിലെ വിദഗ്ധനാണ്, ബുന്ദേലി മാർഷൽ ആർട്സ് അഥവാ ആയുധ കലയിലെ വിദഗ്ധനാണ് ഈ പറയുന്ന ഭഗ്വാൻ ദാസ് റായ്ക്വാർ. അദ്ദേഹത്തിന് കായികം എന്ന് പറയുന്ന മേഖലയിൽ പുരസ്കാരം ലഭിക്കുന്നു. അടുത്തതും അതുപോലൊരു പേരാണ് കെ പജനിവേൽ. അദ്ദേഹം പുതുച്ചേരിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ
സിലമ്പാട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ തമിഴ് സിനിമകളൊക്കെ കാണുമ്പോൾ സിലമ്പാട്ടം ഒരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു വളരെ നീളത്തിലുള്ള ഒരു കമ്പ്, അതിന്റെ സിലമ്പം എന്നാണ് പേര്. അത് വെച്ചിട്ടൊരു വളരെ സ്പീഡ് ഇങ്ങനെ കറക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? സിലമ്പം എന്നാണ് പറയുക. ആ സിലമ്പം ഇവിടെ ചിത്രം കാണാം. ആ സിലമ്പം കണ്ടോ? ആ സിലമ്പം ആട്ടത്തിലെ അല്ലെങ്കിൽ സിലമ്പ ആയോധന കലയിലെ കലാകാരനാണ് അല്ലെങ്കിൽ വിദഗ്ധനാണ് ഈ പറയുന്ന കെ പജനിവേൽ. പുതുച്ചേരിയാണ്, കായികമാണ് മേഖല. കെ പജനിവേൽ എന്നാണ് മനുഷ്യന്റെ പേര്. അടുത്തത് ബൽദേവ് സിംഗ്. ആരാണ് ബൽദേവ് സിംഗ്? ഇദ്ദേഹം മുൻ ഹോക്കി താരമാണ്. അതുപോലെ തന്നെ ദ ഫോർമർ കോച്ച്, ഹോക്കി കോച്ച്, മുൻ ഹോക്കി പരിശീലകനാണ്. മുൻ ഹോക്കി പരിശീലകൻ കൂടിയാണ് ബൽദേവ് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കായികം എന്ന മേഖലയിൽ പുരസ്കാരം ലഭിക്കുന്നു. ബൽദേവ് സിംഗ് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകുന്നു. ദ ഫോർമർ ഹോക്കി കോച്ച്, ഹോക്കി പരിശീലകനാണ് ബൽദേവ് സിംഗ് എന്ന കാര്യം ഓർക്കുക. ദെൻ ദ ലാസ്റ്റ് വൺ, വ്ളാഡിമർ മെസ്വിറിഷ്വിലി. വായിക്കൊള്ളാത്ത പേരാണ്, വ്ളാഡിമർ എന്ന് പഠിക്കാം. വ്ളാഡിമർ മെസ്റ്റിവിറിഷ്ലി എന്ന് പറയുന്നത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം. സ്വദേശം ജോർജിയാണ്. ഗുസ്തി പരിശീലനം അഥവാ റെസ്ലിംഗ് പരിശീലകനാണ്. ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ ജേതാക്കളെ ബജ്റംഗ് പൂനിയയും ഒക്കെ പരിശീലിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഗുസ്തി പരിശീലകനാണ്. റെസ്ലിംഗ്, ഗുസ്തി അഥവാ റെസ്ലിംഗ് കോച്ചാണ് ഈ പറയപ്പെടുന്ന വ്ളാഡിമർ മെസ്വിറിഷ്വിലി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പത്മ പുരസ്കാരം നേടി എന്നത് ഓക്കെയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശ പരിശീലകൻ, ദ ഫസ്റ്റ് ഫോറിൻ കോച്ച് ടു വിൻ എ പത്മശ്രീ അവാർഡ് ആണ് ഈ പറയുന്ന വ്ളാഡിമർ മെസ്വിറിഷ്വിലി. ഇന്ത്യൻ ഗുസ്തി താരങ്ങളെ പരിശീലിപ്പിച്ച വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന വ്ളാഡിമർ മെസ്വിറിഷ്വിലി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശ പരിശീലകനാണ് അദ്ദേഹം എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇന്ന്. പക്ഷേ അതിൻ്റെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പത്മ അവാർഡ് വളരെ കൃത്യമായിട്ട് നമ്മൾ 23 പേരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു വെച്ചു. ഇത്രയും തന്നെ മതി. ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് അഫെയർ പാടായിട്ടുള്ള കറണ്ട് അഫെയർസിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ അടുത്ത സുഹൃത്തിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.